എത്രയോ യുഗങ്ങളായി ഋഷീശ്വരന്മാര് തപസ് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്നതാണ് നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങൾ, ആധ്യാത്മിക ശാസ്ത്രഗ്രന്ഥങ്ങൾ. അതൊരിക്കലും നശിച്ചു പോകുന്നതല്ല. അതിൻ്റെ വളർച്ച എന്ന് പറയുന്നത്, ഒരു മതത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ആ മതത്തിന്റെ സത്ത ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ആ മതത്തെ വളർത്തുന്നത്. മനുഷ്യന് വേണ്ടിയാണ് മതം, അതല്ലാതെ മതത്തിന് വേണ്ടിയല്ല മനുഷ്യൻ. നമ്മളെപ്പോലെ തന്നെ മറ്റൊരാളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ആ മതത്തിന് ഒരു കാതലായ സന്ദേശം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുള്ളൂ എന്ന് പറയും. എന്റെ ഗുരുവായ അമ്മ ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പറയും, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് മരണമല്ല. കാരണം മരണം ഏതൊരു ജീവി ജനിച്ചാലും അത് സുനിശ്ചിതമാണ്, അതിന് മരണമുണ്ട്, അത് മരിച്ചേ പറ്റൂ. എന്നാൽ താൻ ജീവിച്ചിരിക്കലെ തന്റെ കഴിവുകളെ യഥാസമയം യഥാസ്ഥലത്ത് ഉപയോഗിക്കാതെ ഈ ലോകത്തുനിന്ന് വിട പറയുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇന്ന് നമുക്കറിയാം, നമ്മളുടെ എത്രയോ വിലപ്പെട്ട സമയങ്ങൾ നമ്മൾ പാഴാക്കി കളയുന്നു. ഇന്നിവിടെ എനിക്ക് വന്നപ്പോൾ വലിയൊരു സന്തോഷം തോന്നി. കാരണം ഒരുപാട് റിട്ടയറായ ആളുകൾ, അവരായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. അവരാ സർവീസ് കഴിഞ്ഞിട്ടും അവരൊരു കൂട്ടായ്മ ഉണ്ടാക്കി അവർ ഈ ഭാരതാംബയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ മതത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതം സമർപ്പിച്ചത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഞാൻ ഇന്ത്യ ഒട്ടാകെ പല സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ പരിപാടികൾക്ക് പോകുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നൊരു സംഭവമാണിത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 2 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയും. ഒന്ന്, അവൻ ജനിച്ച ദിവസം. 2, അവൻ ജനിച്ചത് എന്തിനാണെന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ 2ാമത്തെ ദിവസം നമ്മളിൽ പലരും അറിയാതെയാണ് ഈ ജീവിതത്തിൽ നിന്ന് നമ്മൾ വിട പറയുന്നത്. നമ്മൾ ആരാണെന്നറിയുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ മനുഷ്യജന്മം കൊണ്ട് അതിന്റെ ഫലം ഈ ലോകത്തിന് കാഴ്ചവെച്ചിട്ട് നമുക്ക് വിട പറയാൻ പറ്റുമോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആധ്യാത്മിക ഭാരതത്തിന്റെ സംസ്കാരം നിലകൊള്ളുന്നത് ആധ്യാത്മികതയിൽ നിന്നാണ്. അതാണ് നമ്മൾ അറിയാതെ പോവുക എന്ന് പറഞ്ഞാൽ നമ്മളെ അറിയാതെ പോകുന്നതിന് തുല്യമാണെന്ന് പറയും. സനാതന ധർമ്മത്തിൽ ഞാനും നീയും എന്ന 2 വാക്കുകളില്ല. സൃഷ്ടിയും സൃഷ്ടാവും ഒന്നാണെന്നാണ് സനാതന ധർമ്മം പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഏത് രാജ്യങ്ങളിൽ പോയാലും ഭാരതത്തിന്റെ സംസ്കാരം നിലനിൽക്കുന്നത് ആധ്യാത്മികമാണെന്ന് അവർ പോലും പറയും. ഈ ഒരു കാഴ്ചപ്പാട് എങ്ങനെയുണ്ടായി? ഒരു മനുഷ്യന്റെ ഹൃദയമാണ് രക്തം പമ്പ് ചെയ്യുന്നത്, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് കൊടുക്കുന്നു. ഇതുപോലെയാണ് ഭാരതത്തിന്റെ ഈ ആധ്യാത്മികത എല്ലാ രാജ്യങ്ങളിലും എത്തുന്നത്. അത് ഭാരതത്തിന്റെ മാത്രം ഒരു സവിശേഷതയാണ്. മഹാത്മാക്കളും അതുപോലുള്ള സന്യാസിവരന്മാരും എത്രയോ കാലമായി ലോകരാജ്യങ്ങൾ പര്യടനം നടത്തുന്നു. അവർ ആധ്യാത്മികത മനസ്സിലാക്കണമെങ്കിൽ ഭാരതത്തിൽ വരണം അവർക്ക്. അപ്പോൾ ഒരു മതത്തെ നിലനിർത്തുന്നത് അതിന്റെ സത്യധർമാദികളിലൂടെ ആ മനുഷ്യർ ജീവിക്കുമ്പോൾ മാത്രമേ ആ മതത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് പറയും. അപ്പൊ നമ്മൾ എന്തു ചെയ്യണം? ഈ സംസ്കാരം നിലനിർത്താൻ നമ്മൾ ആദ്യം പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ മതത്തിന്റെ നിലനിൽപ്പ് ഉറപ്പുവരാൻ പറ്റുള്ളൂ. മഹാഭാരതവും രാമായണവും ഭാഗവതവും ഒക്കെ ഈ ഗ്രന്ഥങ്ങളിലൂടെ ഒരു മനുഷ്യന് വിഷമഘട്ടം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ജീവിതത്തിൽ ദുരാനുഭവങ്ങൾ വരുമ്പോൾ എങ്ങനെ അതിനെ അതിജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ് വ്യാസഭഗവാൻ ഓരോ കഥാപാത്രത്തിലൂടെ.
ഇന്ന് രാമരാജ്യം വരണമെന്ന് പറയുമ്പോൾ പലരും നെറ്റിചുളിക്കുന്നു. എന്തുകൊണ്ടാണത്? രാമായണത്തെ പഠിക്കുമ്പോൾ ഭരതൻ രാജാവായിരുന്ന കുറെ കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മളത് പഠിക്കേണ്ടതാണ്. ഒരിക്കൽ പോലും രാജസിംഹാസനത്തിൽ ഭരതൻ ഇരുന്നിട്ടില്ല. തന്റെ ജ്യേഷ്ഠന്റെ പാദകം വെച്ച് പൂജിച്ച് ഒരു തപസ്വിയായിരുന്നു ഭരതൻ, ഒരു ത്യാഗിയായിരുന്നു. സർവോപരി ഒരു സേവകനായിരുന്നു. നമുക്കറിയാം, ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജി ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ ഈ രാജ്യത്തിന്റെ പ്രധാന സേവകനാണെന്ന്. ആ ആശയം ഒരുപക്ഷെ ഈ രാമായണത്തിൽ നിന്ന് ഉൾക്കൊണ്ടതായിരിക്കും. അപ്പൊ ആ രാജ്യത്തിന്റെ ഭരണാധികാരി ത്യാഗിയാകുമ്പോൾ ആ പ്രജകൾക്കാണ് അതിന്റെ ഗുണം. സത്യസന്ധനാകുമ്പോൾ അതിന്റെ ഗുണം പ്രജകൾക്കാണ്. ഒരു സേവകനാകുമ്പോൾ അതിന്റെ ഗുണം ആ പ്രജകൾക്കാണ്. ഇതൊക്കെ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ സംസ്കാരത്തിൽപ്പെടുന്ന ഈ ഗ്രന്ഥങ്ങൾ. ഇന്ന് നമ്മളിൽ പലരും കേട്ടു കാണും, എന്തുകൊണ്ട് മനുഷ്യൻ അസ്വസ്ഥമായി അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്നു എന്നുള്ളൊരു ഇതുകൾ എവിടെ ചെന്നാലും കേൾക്കാം, മനുഷ്യൻ അസ്വസ്ഥമാണെന്നത്. എന്തുകൊണ്ടാണത്? ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ അത് അവനവനെ അറിയാനുള്ള വിദ്യയാണത്. അത് മനസ്സിന്റെ വിദ്യയാണ്. ഈ വിദ്യയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഒരു പട്ടി വാലാട്ടാം, പക്ഷെ വാല് പട്ടിയാട്ടിയാൽ എങ്ങനെ ഇരിക്കും? ഇന്ന് നമ്മളൊക്കെ ഇതേമാതിരിയാണ്. മനുഷ്യന്റെ മനസ്സിനനുസരിച്ച് നമ്മൾ ജീവിച്ചിരിക്കുകയാണ്. ഒന്നാമത്തേത് ലോകം സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ ലോക ജീവിതത്തിൽ നമുക്ക് എന്നും അശാന്തിയായിരിക്കും ഫലം തരുന്നത്. ഭഗവത്ഗീത പറയില്ല, അശാന്തസ്യ കുതസുഖം. അശാന്തിയുള്ള മനുഷ്യന് എവിടെയാണ് സുഖം? എങ്ങനെ ഈ ശാന്തി കണ്ടുപിടിക്കാം? അതിന് നമ്മൾ കുറച്ച് ആധ്യാത്മികമായ ഗ്രന്ഥങ്ങൾ പഠിക്കണം, മഹാത്മാക്കളുടെ ബുക്കുകൾ വായിക്കണം. ഭാരതത്തിൽ ഇത്രയധികം ആധ്യാത്മിക ഗ്രന്ഥങ്ങള്, ഇത്രയധികം ആധ്യാത്മിക സംസ്കാരം ഉൾക്കൊണ്ട് പോകുന്ന ഹിന്ദുമതം പോലെ വേറൊരു മതത്തിലും ഇല്ല. എല്ലാ മതവും പഠിപ്പിക്കുന്നത് സ്നേഹമാണ് ഈശ്വരൻ എന്നാണ്. ആ സ്നേഹമാണ് അതിന്റെ കാതൽ. അത് മറന്നുപോയാൽ പിന്നെ ജീവിതമില്ല. ഏതൊരു ജീവിയെയും സ്നേഹിക്കാനുള്ള മനുഷ്യന്റെ ആ മനസ്സിൽ ആ ഒരു ബോധം വരുമ്പോൾ അവൻ ആ മതം ഉൾക്കൊണ്ടു പോകുന്നു എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യന്റെ വളർച്ച രണ്ടു തരത്തിലുണ്ട്. ഒന്ന് വയസ്സാവും കൊണ്ടുള്ള വളർച്ച. ഓരോ വർഷവും കൂടുന്തോറും നമ്മുടെ വയസ്സ് കൂടിക്കൂടി പോകുന്നു, അതൊരു വളർച്ചയാണ്. രണ്ട്, പക്വത, അതും ഒരു വളർച്ചയാണ്. മനുഷ്യന്റെ അനുഭവ സമ്പത്തിൽ നിന്ന് വരുന്നതാണ് പക്വത. ആദ്യത്തെ വയസ്സ് വളരുന്നത് അത് മരണത്തിലേക്കാണ്. വയസ്സ് കൂടി നമ്മൾ മരിച്ചു പോകുന്നു. രണ്ടാമത്തെ പക്വത, അത് ജീവിത ലക്ഷ്യത്തിലേക്കാണ് ആ പക്വത നമ്മളെ നയിക്കുന്നത്. അതിന് അനുഭവ സമ്പത്തും ശാസ്ത്രത്തിന്റെ മനനം ചെയ്യലും ശാസ്ത്ര പഠനവും അതിനൊക്കെ ഉപകാരിക്കപ്പെടും. അപ്പം രാമായണത്തിലെ ഭരതന്റെ ആ ഭരണം ഇനി നമ്മുടെ ഭാരതത്തിൽ വന്നാൽ എന്തായിരിക്കും? ഇനി കാണുന്ന എല്ലാ മൂല്യച്യുതികൾക്കും പരിഹാരമായിരിക്കും. അവിടെ രാമരാജ്യം വരണമെന്ന് പറയുമ്പോൾ നെറ്റി ചൊളിക്കേണ്ട ആവശ്യമില്ല. അവിടെ ധർമ്മമാണ് മുൻനിർത്തി ഭരിക്കുന്നത്. ആ ധർമ്മത്തിന് പ്രതികൂലമായി ചിന്തിക്കപ്പോലും ചെയ്യാതെ ആ ഭരണത്തെ നിലനിർത്താൻ കഴിയുമ്പോൾ മാത്രമേ രാജ്യം രാമരാജ്യമാവൂ. അതാണ് നമ്മുടെ ഋഷീശ്വരന്മാര് സ്വപ്നം കണ്ട് അതിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. മഹാത്മാക്കൾ അതാണ് നമ്മളിലൂടെ ജീവിച്ച് കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുന്ന ലോകത്ത് തന്നെയാണ് മഹാത്മാക്കളും ജീവിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഒരുപാട് മഹാത്മാക്കൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അവരുടെയൊക്കെ ജീവിതവും ജീവചരിത്രവും നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവരൊരിക്കലും അവർക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല, സമൂഹത്തിന് വേണ്ടി മാത്രമേ അവരുടെ ജീവിതം കാഴ്ചവെച്ചിരിക്കുന്നത്. നമ്മളിലുണ്ട് ഒരുപാട് കഴിവുകൾ. നമ്മൾ കേവലം ക്ഷേത്രങ്ങളിൽ പോയി പൂജയും ചെയ്ത് ആണ്ടുതോറുള്ള ഉത്സവം കഴിഞ്ഞ് ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടവരല്ല.
നമ്മളിത് പഠിക്കണം, ഇത് മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങൾ മാറണം. ഇന്ന് പലവരും കിടന്നുറങ്ങുന്നതും മനസ്സമാധാനത്തോടെ എല്ലാം പറയും. ഒരു ഉദാഹരണം പറയും എൻ്റെ ഗുരു. ഒരു വലിയ മരം, ആ മരത്തിന്റെ ഒരു മരപ്പൊത്തിൽ ഒരു മൂർഖൻ പാമ്പിനെ കണ്ടിട്ട് നമ്മൾ അതിനടിയിൽ കിടന്നുറങ്ങാൻ കിടന്നാൽ എത്രമാത്രം സമാധാനത്തോടെ നമ്മൾ ഉറങ്ങും? ആ പാമ്പ് വരുമോ, എന്നെ കടിക്കോ, അതോ എൻ്റെ ജീവിതം ഇതോടുകൂടി മരണമാവോ എന്ന് പേടിച്ചിട്ട് നമ്മൾ എത്രമാത്രം ഉറങ്ങും? അപ്പൊ ആധ്യാത്മിക വിദ്യ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഈ ഉള്ളിലെ ഒരു ഇന്നർ ബേണിംഗ്, ഒരു ഉള്ളിലെ എരിച്ചിൽ മാറുള്ളൂ. നമ്മൾ എത്ര കേട്ടതുകൊണ്ടാവില്ല, നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. നീന്തലിനെ കുറിച്ച് 10ഓ 15ഓ പുസ്തകം വായിച്ചുകൊണ്ടായില്ല. നമ്മളൊരാൾ വെള്ളത്തിലേക്ക് തള്ളിയിട്ടാൽ നമ്മൾ വെള്ളം കുടിക്കും. ചിലപ്പോൾ ആരും കണ്ടില്ലേ, മരിച്ചു വേണമെങ്കിൽ പോകും. എന്തുകൊണ്ടാണ്? നമുക്കതിന്റെ പ്രായോഗികത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർത്തിയിട്ടില്ല. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുൻപേ ആലപ്പുഴയിൽ മുല്ലയ്ക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഗീതാജ്ഞാനയജ്ഞം ഉദ്ഘാടനത്തിന് പോയി. ആലപ്പുഴ ടൗൺ എത്തുന്നതിന് 3-4 കിലോമീറ്റർ മുൻപ് വഴികളെല്ലാം ബ്ലോക്കാക്കി, ഹൈവേയുടെ പണി നടക്കുന്നതാണ്. വഴി അറിയില്ല അവിടേക്ക് പോകാനായിട്ട്. അപ്പൊ അവർക്ക് നിൽക്കുന്ന ഒരു വയസ്സായ ഒരു അമ്മയോട് ചോദിച്ചു, ഇങ്ങനെ മുല്ലയ്ക്കലേക്ക് പോകാനുള്ള വഴി എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, കുറച്ച് വലത്തോട്ട് പോയിട്ട് നേരെ 1/2 കിലോമീറ്റർ പോയാൽ നിങ്ങളൊരു ജംഗ്ഷനിൽ ചെല്ലും, അവിടെ നിന്ന് ഒന്ന് നോക്കിയാൽ കാണാം മുല്ലയ്ക്കൽ എന്ന് പറഞ്ഞ ആ ജംഗ്ഷൻ കാണാം, അതാണെന്ന് പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചു, ഞാൻ വരട്ടെ വണ്ടിയിൽ നിന്ന്? ശരി, വരാൻ പറഞ്ഞു. അങ്ങനെ അവരും കയറി എൻ്റെ വണ്ടിയിൽ. അപ്പൊ അവരമ്മയോട് ചോദിച്ചു, സ്വാമി എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഗീതാജ്ഞാനയജ്ഞം ഉദ്ഘാടനം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ ഗീത വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്നു, വർഷങ്ങളായിട്ട് ഞാനിത് പഠിച്ചുകൊണ്ടും ഇരിക്കുന്നു. പക്ഷെ എനിക്ക് അതുകൊണ്ട് ഒരു ഉപകാരം വന്നില്ല. ഞാൻ ചോദിച്ചു, അമ്മ എന്താണ് പഠിച്ചിരിക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഞാൻ ഹൈസ്കൂൾ ടീച്ചറായിട്ട് റിട്ടയറായി, 7 വർഷമായി. 100 കണക്കിന് കുട്ടികളെ ഞാൻ ഗീത പഠിപ്പിച്ചിട്ടുണ്ട്, വർഷങ്ങളായിട്ട് ഞാൻ പഠിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഹൈസ്കൂളില് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടോ? അതായത് പൊട്ടാസ്യം സയനൈഡിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത്രയും വർഷം ആ പൊട്ടാസ്യം സയനൈഡ് പഠിച്ചിട്ട് ടീച്ചർ മരിച്ചു എന്ന് ചോദിച്ചു. ഇല്ലല്ലോ. ഇനി ഇത്രയും വർഷം കുട്ടികളെ ഈ പൊട്ടാസ്യം സയനൈഡിനെ കുറിച്ച് പഠിപ്പിച്ചിട്ട് ആ കുട്ടികൾ മരിച്ചോ? ഇല്ല. എന്തുകൊണ്ടാണത്? എത്ര പഠിച്ചാലും എത്ര പഠിപ്പിച്ചാലും പൊട്ടാസ്യം സയനൈഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചാലും പഠിപ്പിച്ചാലും നമ്മൾ മരിക്കാൻ പോകുന്നില്ല. ഇത് പഠിച്ചു എന്ന് കരുതി, പഠിപ്പിച്ചു എന്ന് കരുതുക. അതിലെ ഒരു തുള്ളി നമ്മുടെ നാവിൽ വരുമ്പോൾ മാത്രമേ നമ്മൾക്ക് മരണം സംഭവിക്കുള്ളൂ. ഇതുപോലെ എത്ര കേട്ടാലും നമ്മളിൽ മാറ്റം വരണമെങ്കിൽ നമ്മളത് ജീവിതത്തിൽ പകർത്തണം. എങ്കിലേ നമുക്ക് ജീവിതത്തിൽ അതിന് ഗുണം കിട്ടുള്ളൂ. എന്നെ പഠിക്കുന്ന കാലം മുതലേ എന്നെ സ്വാധീനിച്ച ഒരു വരിയുണ്ട് ഗീതയിൽ. 700 ശ്ലോകങ്ങളുള്ള ഗീതയിൽ അതിലെ ഒരു ശ്ലോകത്തിലെ ഒരു വരി എന്നും ഞാൻ ഓർക്കും. എന്നും ആ ഒരു വരി ഇങ്ങനെയാണ്: അനിത്യമസുഖം ലോകം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിനെ കുറിച്ച് ഭഗവാൻ വ്യക്തമായിട്ട് പറയുന്നു. അനിത്യം, നിത്യമല്ല ഈ ലോകം. അസുഖം, ദുഃഖം നിറഞ്ഞതുമാണ്. നമ്മൾ എങ്ങനെയൊക്കെ ലോകവസ്തുക്കളിൽ നിന്ന് ആനന്ദം കണ്ടെത്താൻ ശ്രമിച്ചാൽ ഒരിക്കലും പൂർണ്ണമായ ആനന്ദം ഈ ഒരു വസ്തുവിൽ നിന്നും, ലോകത്തിലെ ഒരു വസ്തുവിൽ നിന്നും നമുക്ക് കിട്ടില്ല. എന്റെ ഗുരുവായ അമ്മ പറയും, നമ്മൾ ലോകവസ്തുക്കളിൽ നിന്ന് ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുന്നത് കരക്കിലൂടെ ബോട്ട് ഓടിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഒരു ബോട്ട് ഒരിക്കലും കരയിലൂടെ ഓടിക്കാൻ പറ്റത്തില്ല. നമ്മളിതറിയാതെ ഓരോ കാര്യത്തിൽ ചെന്ന് പെടും. വലിയ വലിയ കാര്യങ്ങൾ ചെയ്താൽ ഇന്ന് സന്തോഷം കിട്ടുന്ന, പക്ഷെ അതിനെല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നമ്മളിത് മനസ്സിലാക്കിയാലാണ് നമ്മൾ ചെന്ന് പെടുന്നത്. അപ്പോൾ എന്ത് വേണം? നമ്മളിത് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ഗുണം നമുക്ക് കിട്ടത്തുള്ളൂ. മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രത്തിലൂടെയും ജീവിത സന്ദർഭങ്ങളിൽ നമുക്ക് വരുന്ന വിഷമഘട്ടങ്ങളിൽ എങ്ങനെ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് വ്യാസഭഗവാൻ. അതുപോലെ തന്നെ രാമായണത്തിലെ ഈ പ്രപഞ്ചത്തിന്റെ താളലയം നിൽക്കുന്ന ധർമ്മത്തിലാണ്. എന്ന് ആ ധർമ്മം നശിക്കുന്നുവോ അന്ന് താളലയങ്ങളിലാണ് പ്രപഞ്ചം തന്നെ ഇല്ലാതെയോ. സനാതന ധർമ്മത്തിന് സൂര്യനും ചന്ദ്രനും ഉള്ളോർത്തോളം കാലം ഈ ധർമ്മം നിലനിൽക്കും. അത് തലമുറകളായി മാറി 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 വരും.
എത്രയോ കാലമായി അങ്ങനെ മാറി വരും. അപ്പൊ നമ്മളിത് അറിയാതെ ഈ ലോകത്തുനിന്ന് വിട പറയാമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ മനുഷ്യൻ ജനിച്ച് ഇത്ര കാലം ജീവിച്ചിട്ട് സനാതന ധർമ്മത്തെക്കുറിച്ച് അറിയാതെയും അതനുസരിച്ച് ജീവിക്കാതെയും ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ഒന്ന് ഓർക്കുക, മനുഷ്യനായി ജനിച്ച് മൃഗമായി മരിച്ചു പോകുന്നതിന് തുല്യമായിരിക്കും. ഇത് കേവലം ഒരു സന്യാസിക്കോ അല്ലെങ്കിൽ കേവലം കുറച്ച് ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ മാത്രം അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഉൾക്കാഴ്ച തരുന്നതാണ് ഈ ഗ്രന്ഥങ്ങൾ. നമ്മളത് മനസ്സിലാക്കേണ്ടത്. സന്യാസിമാർ ലോകത്തോട്ടിറങ്ങി പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ജോലി വേണം, പൈസ വേണം, ആഹാരം വേണം, വസ്ത്രം വേണം. ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണോ നമ്മൾ നിത്യജീവിതത്തിൽ പോകണം, അല്ലേ? അപ്പൊ നമ്മൾ സന്തോഷിക്കേണ്ടതല്ല. മനുഷ്യന്റെ സ്വതവേയുള്ള ആ പ്രകൃതി സ്വഭാവം എന്ന് പറയുന്നത് സന്തോഷമാണ്. പക്ഷെ അറിഞ്ഞോ അറിയാതെ നമ്മൾ ദുഃഖിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എന്നാലും നമുക്ക് മരണം സുനിശ്ചിതമാണ്. പിന്നെ എന്തിനു നമ്മൾ ദുഃഖിച്ചു പോകുന്നു? ഇതുവരെ ലോകത്തിൽ ആരും മരിച്ചു പോകുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റും കൊണ്ടുപോയതായി കണ്ടിട്ട് നമുക്കറിയില്ല. എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റോ? ജീവിക്കാൻ എല്ലാം വേണം. നമുക്കൊന്നും ജീവിതത്തിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ലോകം അങ്ങനെയായി. ഇന്ന് ലോകം അങ്ങനെയാണ്. അപ്പൊ ആ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലതിനും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും, അഭിമുഖീകരിക്കേണ്ടി വരും. അവിടൊക്കെ മനസ്സാന്നിധ്യത്തെ നിലനിർത്തണമെങ്കിൽ ഭഗവത്ഗീത പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ് അർജുനന് ഇത്രയും വലിയൊരു വിദ്യാളി വീരനായിട്ട് പോലും ചില സന്ദർഭങ്ങളിൽ തകർന്നു പോകുന്നു. ഭഗവാൻ അവിടെ തന്നെ പിടിച്ച് അതിന് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. സാധാരണക്കാരനായി നമുക്ക് ഉപനിഷത്തുകൾ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കേവലം ഗീതെങ്കിലും പഠിച്ചാൽ, സർവോപനിഷത്തിന് സാരം ഗീതയിലുണ്ട്, അത് പഠിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ നിസാരമായ ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് സന്തോഷമായിട്ട് പോകാൻ പറ്റും. ഈ മനസ്സിനെ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന് എന്ത് ലാഭം ഉണ്ടായിട്ടും എന്തൊക്കെ സമ്പാദിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് അറിയാവുന്നറിയില്ല, പലരും വായിച്ചു കാണും, സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും. 2 ആഴ്ചയോ 3 ആഴ്ച മുൻപ് ബാംഗ്ലൂരിൽ ഒരു അതിസമ്പന്നൻ, വിദ്യാഭ്യാസമുള്ള ആള്, വളരെ പോപ്പുലറായ ആള്, എല്ലാം കൊണ്ടും കഴിവുള്ള മനുഷ്യൻ സ്വയം വെടിവെച്ച് മരിച്ചു. എന്താണ് അതിന്റെ കാരണം? വേറെ ഒന്നും നമ്മൾ വേറെ നോക്കണ്ട. എല്ലാ ഫെസിലിറ്റികളും ഉണ്ട് പുള്ളി, എല്ലാ വിധത്തിലുള്ള സാമ്പത്തികവും ഉണ്ട്. എന്താണ് അതിന് കാരണം? സ്വന്തം മനസ്സിന്റെ കൺട്രോൾ അവന്റെ കയ്യിലാവില്ല. ഒരു ദുർബല നിമിഷത്തിൽ തന്റെ സ്വയം ജീവിതം കളയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? മനുഷ്യന് എപ്പോഴും ഒരേ രീതിയിൽ പോവില്ല. ജീവിതം എന്ന് പറഞ്ഞ ഒരു നദി പോലെയാണ്. അമ്മയോട് ഒരാൾ ചോദിച്ചു, അമ്മയുടെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, എന്റെ ജീവിതം ഒരു നദി പോലെയാണ്. ഒരു നദി ഒഴുകുമ്പോൾ പല തടസ്സങ്ങളുണ്ടാവും. ചിലപ്പോൾ മരം കാണും, ചിലപ്പോൾ പാറ കാണും, ചിലപ്പോൾ വഴി കെട്ടിവെച്ച് കാണും. പക്ഷെ ഒരിക്കലും ആ നദി നിന്ന് കണ്ടിട്ടില്ല. ആ നദി ഒന്നിലും മോഡിലൂടെ ഒഴുകും, അല്ലെങ്കിൽ സൈഡിലൂടെ ഒഴുകും, അല്ലെങ്കിൽ കുത്തിത്തുളച്ചെങ്കിൽ എങ്ങനെയും ഒഴുകി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. മനുഷ്യന്റെ ജീവിതവും അങ്ങനെയായിരിക്കണം, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഒരിക്കലും അവിടെ നിന്നു പോകരുത്. കേവലം നമ്മുടെ മനസ്സിൽ വരുന്ന ദുർബല നിമിഷങ്ങളിൽ 1-2 മിനിറ്റ് നേരത്തെ, 3-4 മിനിറ്റ് നേരത്തെ ചിന്തകളെ കൊണ്ട് ഒരു മനുഷ്യൻ ജീവിതം കളയാണ്. എന്താ ഇതിന്റെ അടിസ്ഥാനം? ഈയിടെ ഒരു സർവേയുടെ റിപ്പോർട്ട് ഞാൻ വായിക്കാനിടയായി. കേരളത്തിൽ ഒരു വർഷം 1 ലക്ഷം വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ 30,000-ത്തിലധികം വിവാഹബന്ധനം ഏർപ്പെടുന്നു. ആ റിപ്പോർട്ടർ പറയുന്നത് ഇത്രയും തന്നെ ഒഫീഷ്യലായിട്ട് റിപ്പോർട്ട് ചെയ്യാതെ ഭാര്യയുടെ വീട്ടിലും ഭർത്താവിന്റെ വീട്ടിലും കഴിയുന്നുണ്ട്. 1 ലക്ഷത്തിലാണ് 30,000-ത്തിലധികം പേര് ഒഫീഷ്യലായിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തുന്നത്. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? മനസ്സല്ലേ ഇതിനൊക്കെ കാരണമായിരിക്കുന്നത്. എനിക്കിഷ്ടമില്ല, ഞാൻ പോകുന്നു, ഇത്രയുള്ള അവിടെ. ജീവിതത്തിന്റെ മൂല്യങ്ങൾ കുറഞ്ഞു വരുന്നു. അതിന് കാരണം ഈ മൂല്യങ്ങളെ നിലനിർത്തണമെങ്കിൽ ആധ്യാത്മികമായി കാണും. ഞാൻ പല സ്ഥലങ്ങളിലും പ്രസംഗിച്ച് കഴിഞ്ഞു ഇറങ്ങുമ്പോൾ അമ്മമാരോ അച്ഛന്മാരോ എന്ന് പറയും, കുട്ടികളുടെ പരാതിയാണ്. തന്റെ കുട്ടികൾ മയക്കുമരുന്നിനും ഇതിനൊക്കെ അടിമപ്പെടുന്നു. അതിന്റെ ഏക കാരണം എന്താണെന്ന് അവർ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, കുട്ടികളെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ലക്ഷ്യബോധമില്ല, അവർക്ക് വിവേകബുദ്ധി ആയിട്ടില്ല. അവരെ പഠിപ്പിച്ച് മനസ്സിലാക്കേണ്ടത് അച്ഛനമ്മമാരാണ്.
അപ്പൊ ആദ്യം അച്ഛനമ്മമാരാണ് ഇത് പഠിക്കേണ്ടത്. കേവലം 30 മിനിറ്റോ 35 40 മിനിറ്റോ ഉള്ള ഒരു പീരീഡിൽ അവർക്ക് ആ വിഷയം പഠിപ്പിക്കാൻ സ്കൂളിൽ സമയം ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ സമയവും അവർ ചെലവഴിക്കുന്നത് നമ്മുടെ വീടുകളിലാണ്. സമൂഹത്തിൽ വളർന്നു വരുന്ന തലമുറയാണ് കുട്ടികൾ. അവരാണ് ഭാവിയുടെ മൂല്യങ്ങളായി വരേണ്ടത്. അവരെ ഇങ്ങനെ റോസാപ്പൂ പുഴുകുത്തിമാതിരി നശിച്ചു പോകുന്ന കാണുമ്പോൾ നമുക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവും. എത്രയോ കഷ്ടപ്പെട്ടാണ് അച്ഛനമ്മമാർ അവരെ വളർത്തുന്നത്. അപ്പൊ നമ്മൾ വേറെ ഒന്ന് മനസ്സിലാക്കണം, ഇത് പഠിച്ചിട്ടും പോകുന്നവരുണ്ട് എന്ന് പറയും പലവരും. ശരിയാണ്, ഈ ഒരു സംസ്കാരം വന്നാൽ എത്ര പോയാലും അവന്റെ ഉള്ളിൽ ഈ സംസ്കാരം ഉണ്ടെങ്കിൽ അവൻ തിരിച്ചു വരും. അതാണ് അതിൻ്റെ. കൊച്ചുനാളിലെ അച്ഛനമ്മമാര് പഠിപ്പിക്കുന്നത് കൂടാതെ, അമ്മമ്മയും മുത്തച്ഛനൊക്കെ പഠിപ്പിക്കുന്നത് കൂടാതെ അവരുടെ കൂട്ടുകെട്ടുകളിൽ നിന്ന് അവർ സംസ്കാരം പഠിക്കുന്നു. ആ കൂട്ടുകെട്ടാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മൾ നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഇതിനൊന്നും ഇടവരുന്നില്ലല്ലോ. അതിന് ആധ്യാത്മികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ക്ഷേത്രങ്ങൾ വെറും പൂജയ്ക്കും ഇതിന് മാത്രമായിട്ട് ഉപയോഗിക്കില്ല. അവിടെ ക്ലാസുകൾ വെക്കണം. നിർബന്ധമായും കുട്ടികളെയോ അച്ഛനമ്മമാർക്കോ ക്ലാസുകൾ വെക്കണം. ഗീതാ ജ്ഞാനയജ്ഞവും ഭാഗവത സപ്താഹവും അതുപോലുള്ള രാമായണ കാലത്തെ രാമായണ പാരായണവും അതിന്റെ കഥകളും പറഞ്ഞു കൊടുക്കണം. നമുക്ക് മാതൃകയാവേണ്ടത് ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ ആയിരിക്കണം. അല്ലാതെ രാവണനും കംസനും ഒക്കെ ആയിട്ടുള്ള ജീവിതമല്ല നമുക്ക് ഇന്നത്തെ പോലെ വേണ്ടത്. ഈ മാതൃകാപരമായിട്ട് നമ്മൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമേ മനുഷ്യൻ വിവേകബുദ്ധിയോടെ ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്കറിയാം, ഞാൻ 37 വർഷമായിട്ട് അമ്മയുടെ ആശ്രമത്തിൽ താമസിക്കുന്ന ദേവാസിയാണ്. ഒരു മഹാത്മാവിന്റെ കൂടെ ജീവിക്കുകയാണ്. ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഒരു നിമിഷം ഈശ്വരനെ മറക്കുമ്പോൾ കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെ പെടയണമെന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെ പെടയണം. ആ മീനിന്റെ ലക്ഷ്യം വെള്ളമാണ്. ആ വെള്ളം കിട്ടിയിൽ താൻ മരിക്കുമെന്നുള്ള പ്രാണവേദന. ഇതേപോലെ നമ്മൾ ഈശ്വരനെ മറക്കുമ്പോൾ നമുക്കുണ്ടായാൽ ആ വേദന ഉണ്ടെങ്കിലേ നമുക്ക് ഈശ്വരപ്രേമം വളർത്താം. കേവലം ഒന്നും നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു, ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്യുന്നു, വലം വെക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷെ അവിടെ ആ ഇന്റൻസിറ്റി, അവിടെ നമ്മുടെ ഉള്ളിലെ ആ ഒരു വ്യത വരുന്നില്ല. നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങളും ചിന്തിച്ചിട്ട് 5 മിനിറ്റ് പോലും നമുക്ക് ഏകാഗ്രതമായി ആ ഈശ്വര പ്രേമത്തിന് വേണ്ടി കരയാനോ പ്രാർത്ഥിക്കാനോ നമുക്ക് കഴിയുന്നില്ല. കാര്യം നല്ലതാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. നമ്മുടെ ദുഃഖങ്ങളും പ്രാരാബ്ദങ്ങളും ഇറക്കി വെക്കാൻ ഒരിടം ക്ഷേത്രം വളരെ നല്ലതാണ്. ആ അന്തരീക്ഷത്തിൽ തന്നെ അതിൻ്റെതായ ഇതുകളുണ്ട്. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം, ഇത്ര നാള് പോയിട്ടും നമ്മളുടെ ഉള്ളിൽ ആ ഇന്നർ ബേണിങ് ആ എരിച്ചിൽ മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കണം, നമ്മൾ സന്തോഷത്തിനാണോ പോകുന്നതെന്ന്. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അമ്മ ഞങ്ങളോട് എപ്പോഴും പറയും, സന്തോഷം ഒരു തീരുമാനമായിരിക്കണം. നമ്മൾ എന്തെല്ലാം തീരുമാനങ്ങൾ എടുത്ത് അത് വിജയിപ്പിക്കാൻ വേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്നല്ലേ. എന്തുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുത്തുകൂടാ? ഇനി ഞാൻ സന്തോഷവാനായിരിക്കും, ജീവിതത്തിൽ എന്തും വരട്ടെ ഞാൻ സന്തോഷവാനായിരിക്കും എന്നൊരു തീരുമാനം എടുത്തുകൂടാ? ആ തീരുമാനം ജീവിതത്തിൽ നടത്താൻ, പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ നമ്മളിങ്ങനെ ദുഃഖിച്ച് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ചോദിക്കുക, സ്വയം ചോദിക്കുക. അപ്പൊ ചോദിക്കുന്നു, എങ്ങനെ സന്തോഷിക്കും? മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സ്ഥലം വാങ്ങിയ പൈസ കിട്ടില്ല, വീടിന്റെ ലോൺ തീർന്നിട്ടില്ല, ഇതൊക്കെ അടയ്ക്കാതെ ഞങ്ങൾ എങ്ങനെ സന്തോഷിക്കും? ശരിയാണ്, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം വളരെ ശരിയാണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, ഇതൊക്കെ നമ്മുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണോ ഇതൊക്കെ നടക്കുന്നത്? നമ്മുടെ പ്രവർത്തനത്തിന് ഒരു പരിധിയുണ്ട് അല്ലേ? ഇപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. ഞാൻ കാർ ഓടിക്കുമ്പോൾ എന്റെ ഭാഗം ക്ലിയർ ചെയ്ത് എന്റെ ട്രാഫിക് റൂളുകളും എല്ലാം ഞാൻ കൃത്യമായി പാലിച്ച് വണ്ടി ഓടിക്കുകയാണെന്ന് വിചാരിക്കാം. അതുകൊണ്ട് മാത്രം നമ്മൾ വീട്ടിലെത്തണമെന്നുണ്ടോ? എതിരേന്ന് വരുന്ന ഒരു വണ്ടിക്കാരൻ, അവൻ ഉറങ്ങിപ്പോകാം, അവൻ വെള്ളമടിച്ച് വണ്ടി ഓടിക്കാം, അവൻ വേറെ എന്തെങ്കിലും ചിന്തിച്ച് അവന്റെ ശ്രദ്ധ പോയി എന്റെ വണ്ടി വന്ന് കയറാം. ഇതിന് ഉത്തരവാദി ആരാ? ഞാനാണോ? അപ്പൊ നമ്മുടെ കർമ്മങ്ങൾ മാത്രം പോരാ, അതിന് ഈശ്വരകൃപ വേണം. അതാണ് പറയണം, അതിന് നമ്മുടെ കർമ്മം മാത്രം പോരാ, ഈശ്വരകൃപ വേണം നമുക്ക്. ആ കൃപയ്ക്ക് നല്ല കർമ്മങ്ങൾ വേണമെന്നാണ് അമ്മ ഞങ്ങളെപ്പോഴും പഠിപ്പിക്കുന്നത്. ഞാൻ ആദ്യം ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്, എന്താണ്, മാളികാ മുകളിലേറിയ മണ്ണിന്റെ തോളിൽ മറാപ്പ് കയറ്റുന്നു ഭഗവാൻ. ഭഗവാൻ ഒരാളുടെ തോളിലും മാറാപ്പ് കയറ്റാൻ പോകുന്നില്ല. നമ്മുടെ കർമ്മത്തിന്റെ ഫലമാണ് നമുക്ക് തിരിച്ചു വരുന്നത് മാറാപ്പായിട്ട്. ഭഗവാൻ പ്രേമസ്വരൂപനാണ് ഈശ്വരൻ.
ഈശ്വരൻ ആർക്കും പണി കൊടുക്കാനോ അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കാതിരിക്കുന്ന ആളല്ല. ഈശ്വരനെ ആ കാഴ്ചപ്പാടിലൂടെ കാണണം. ശിവക്ഷേത്രമാണെങ്കിൽ അവിടെ പോയി ഗുരുവായൂരപ്പന്റെ ഭക്തനാണെങ്കിൽ ഭഗവാനെ കാണണം. അവിടെ ശിവനും ഗുരുവായൂരപ്പനും തമ്മിൽ വഴക്കില്ല നമ്മളുള്ള മാതിരി. ഏത് ക്ഷേത്രത്തിൽ പോയാലും തന്റെ ഇഷ്ടദേവതയെ കാണണം. അതാണ് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ തത്വങ്ങൾ അറിയാതെ പോകരുത്. കുറച്ചു നാൾ മുമ്പ് ആശ്രമത്തിൽ വന്ന ഒരാൾ അമ്മയോട് ചോദിച്ചു, പാവങ്ങൾ പട്ടിണി കെടുക്കുമ്പോൾ എന്തിനാണ് ഈശ്വരന് പാൽപ്പായസം കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അമ്മക്ക് പറഞ്ഞു, അമ്മയ്ക്ക് ഈ മോന്റെ ചോദ്യം വളരെ ഇഷ്ടപ്പെട്ടു. കാരണം മോന് വേണ്ടിയല്ലല്ലോ, പാവപ്പെട്ടവർക്ക് വേണ്ടിയാണല്ലോ. അങ്ങനെയുള്ള ഹൃദയത്തിലാണ് ആദ്യം ഈശ്വരന്റെ സ്പർശനം ഉണ്ടാകാമെന്ന് പറയും. എന്നിട്ട് അമ്മ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അതാണ് മഹാത്മാവിന്റെ ആ സന്ദർഭോചിതമായുള്ള ചോദ്യം കേൾക്കണം. അമ്മ ചോദിച്ചു, ഏതെങ്കിലും ഒരു ഈശ്വരൻ ആ പാൽപ്പായസം കഴിക്കുന്ന മോൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ പാൽപ്പായസം കഴിക്കുന്ന ആരാണ്? അവിടുത്തെ പൂജാരിയും അവിടെ തൊഴാൻ വരുന്ന ഭക്തജനങ്ങളും അവിടെ കളിക്കുന്ന കുട്ടികളും അവിടെ ആരൊക്കെയുണ്ട് അവരൊക്കെയാണോ പായസം കഴിക്കുന്നത്? അപ്പൊ പിന്നെ ഈശ്വരനെ കുറ്റം പറയണം എന്തിനു നമ്മൾ? പിന്നെ എന്തിനു വേണ്ടി അത് ചെയ്യുന്നു? ഇതാണ് ആ തത്വം പറഞ്ഞ് ക്ഷേത്രത്തിൽ പോകണമെന്ന് പറയണം. നമ്മുടെയൊക്കെ മനസ്സ് ഈ മധുരത്തിലും അതേപോലെ പൈസയിലും ഇതിലൊക്കെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ മനസ്സിനെടുത്ത് സമർപ്പിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? മനസ്സ് എന്തിൽ ബന്ധിച്ചിരിക്കുന്നുവോ അതിന്റെ പ്രതീകമായിട്ട് അതിനെടുത്ത് നമ്മൾ സമർപ്പിക്കുകയാണ്. ഈശ്വരൻ മധുരമാണ്, തിരുമധുരമാണ് ഈശ്വരൻ. ഈശ്വരന് നമ്മുടെ പാൽപ്പായസം കെട്ടിട്ട് വേണ്ട മധുരിക്കാനായിട്ട്. ഈശ്വരന് നമ്മുടെ നെയ്വിളക്ക് കണ്ടിട്ട് വേണ്ട കണ്ണ് കാണിക്കുന്നത്. എല്ലാ കണ്ണുകൾക്കും കാഴ്ച കൊടുക്കുന്ന ആളാണ് ഈശ്വരൻ. അഹങ്കാരം പോകാൻ വേണ്ടിയായിരിക്കണം ക്ഷേത്രങ്ങളിൽ പോകേണ്ടതും പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ ഈയിടെ എറണാകുളത്താണ് തോന്നുന്നു, അല്ലെ കഴിഞ്ഞ ആഴ്ച ഒരു വലിയ ക്ഷേത്രത്തിൽ ഒരു പരിപാടിക്ക് പോയി. അവിടെ എൻട്രൻസിന്റെ അവിടെ ഒരു വലിയൊരു കണ്ണാടി വെച്ചിരിക്കുന്നു. ആ കണ്ണാടിയിൽ, ആ മഹാദേവ ക്ഷേത്രത്തിലെ ആ കണ്ണാടിയിൽ എഴുതി വെച്ചിരിക്കുക ഏതോ ഒരു പരസ്യം, ഇന്ന ആളുടെ വക എന്ന് പറഞ്ഞിട്ട്. അവിടെ ഞാൻ പോകാൻ വേണ്ടിയായിരിക്കണം, ഞാനെന്ന് പറഞ്ഞ അഹങ്കാരം പോകാൻ വേണ്ടിയായിരിക്കണം ക്ഷേത്രത്തിൽ പോകേണ്ടത്. ഈ വരുന്നവർക്കെല്ലാം ദേവന്റെ മന്ത്രമല്ല കാണുന്നത്. ആ ശ്രീകോവിലേക്ക് കയറുമ്പോൾ ഈ ഒരു പരസ്യമാണ് കാണുന്നത്. എത്രമാത്രം മനുഷ്യൻ തരം താഴ്ന്നു വരുന്നു നോക്ക്. ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ ദേവതയുടെ മന്ത്രം ആണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്, ഒരു പരസ്യമല്ല. കേവലം 300-400 രൂപ കൊടുത്താൽ ഒരു കണ്ണാടി കിട്ടും നമുക്ക്. ആ കണ്ണാടി വാങ്ങിച്ചു വെച്ചാൽ പോലെ ക്ഷേത്രക്കാർ ഈ ഒരു പരസ്യം വെച്ച് ജനങ്ങളുടെ നാമത്തിനും ജനങ്ങളുടെ മനസ്സിനും മാറ്റേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ആലോചിക്കാം. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശാന്തിക്ക് വിഘ്നം വരുത്തുന്ന ഒരു പരിധിയിലും ഒരു കാരണവശാലും നമ്മൾ അതിന്റെ പിന്നാലെ പുറകെ പോകരുത്. ലോകം അങ്ങനെയാണ്, സൂപ്പർ മാർക്കറ്റ് പോലെ നമ്മളെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഏത് നിമിഷമാണ് നമ്മൾ മരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്തിനു വേണ്ടി നമ്മളിങ്ങനെ ദുഃഖിച്ചു പോകുന്നു? ഒരാളും കൂടെ വരില്ല, നമ്മുടെ ബന്ധുക്കൾ ആരും വരില്ല കൂടെ. ആ സത്യം അവനവൻ മനസ്സിലാക്കുമ്പോഴാണ് അവനവനെ അറിയാൻ തിരിയുന്നത്. നമ്മുടെ ഇച്ഛയല്ലേ ലോകത്ത് നടക്കുന്നത്. നമ്മുടെ ഇച്ഛ നടക്കുന്നാൽ എന്തായിരിക്കും സ്ഥിതി ലോകത്തിൽ? 37 വർഷം മുമ്പ് ഞാൻ അമ്മയെ കാണാൻ വന്നപ്പോൾ ഒരു സിനിമാ നടനാവാൻ ആഗ്രഹിച്ചിട്ട് എനിക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ഒരു ഭാഗ്യം കിട്ടി. പണ്ട് ഒരു IV ശശി എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു, പല ആളുകൾക്കൊക്കെ അറിയാം. അദ്ദേഹം സംസാരിച്ച് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഇത് തന്നു, മദ്രാസിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പൊ എന്നോട് ആരോ പറഞ്ഞു, കൊല്ലത്തൊരു അമ്മയുണ്ട്, നിങ്ങൾ ചെന്ന് കാണും, നല്ല കാര്യത്തിന് പോവല്ലേ, ഒരു അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ശരി എന്ന് പറഞ്ഞ് ഞാൻ പോയി. അങ്ങനെ ഞാൻ വന്ന അമ്മയെ കണ്ടപ്പോൾ ഞാൻ ഈ കാര്യം എനിക്ക് അമ്മയോട് പറയാൻ തോന്നില്ല. അമ്മയെ കണ്ടപ്പോൾ കരയാനേ തോന്നിയത്. കാരണം എൻ്റെ ഉള്ളിലെ കാര്യം പറയാനല്ല തോന്നുന്നു. 38 വർഷം മുമ്പുള്ളതാണെന്ന് നോക്കണം. ഞാൻ അമ്മയോട് പറയാതെ അമ്മ എനിക്ക് ദർശനവും തന്നു, പ്രസാദം തന്നു വിട്ടു. ഞാൻ തിരിഞ്ഞു അമ്മയുടെ ദർശനം മാറ്റി തിരിഞ്ഞു പോയപ്പോൾ അമ്മ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ജീവിക്കുന്ന പോലെ അഭിനയിക്കാം, എന്നാൽ അഭിനയിക്കുന്ന പോലെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല മോനെ എന്ന് പറഞ്ഞു. എന്താണ് അമ്മ പറഞ്ഞത്? നമുക്ക് ജീവിക്കുന്ന പോലെ അഭിനയിക്കാം, ഒരിക്കലും അഭിനയിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ പറഞ്ഞിട്ടില്ല അമ്മയോട് ഞാനിങ്ങനെ സിനിമയിൽ പോകണമെന്നോ അനുഗ്രഹമെന്നോ ഒന്നും പറഞ്ഞില്ല. ആ ഒരു വാക്ക് എത്ര സത്യമാണെന്ന് നോക്കൂ. ഇത് നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്ന എന്താണ്? നമ്മൾ ഏതൊരു പ്രവൃത്തിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഈശ്വര ചിന്ത ഉണ്ടെങ്കിൽ നമുക്കതിന്റെ യാഥാർത്ഥികത മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയും. അതാണ് മഹാത്മാക്കൾ നമ്മളെ കാണിച്ചു തരുന്നത്. ഇനി ഞാൻ പോയെങ്കിൽ എന്തായിരിക്കും ആ സ്ഥിതി?
അപ്പൊ എന്റെ ഇച്ഛയല്ലല്ലോ നടന്നത്, എന്റെ ഇച്ഛ അതായിരുന്നെങ്കിൽ അതല്ലേ നടക്കേണ്ടത്. നമുക്ക് പ്രവർത്തിക്കേണ്ടി ചെയ്യാം. ഈശ്വരിച്ഛയ്ക്ക് ഫലമായിട്ട് വരണം. ഈശ്വരിച്ഛയായിരിക്കും നടക്കുന്നത്, നമ്മൾ ആ ഫലത്തിലെ തൃപ്തിപ്പെടണം. അതുകൊണ്ടാണല്ലോ ഗീത പറയുന്നത് കർമ്മണ്യേവാധികാരം, നിനക്ക് കർമ്മം ചെയ്യാനേ അധികാരമുള്ളൂ. അതിന്റെ ഫലം നിനക്ക് എന്ന് വിചാരിച്ച് ചെയ്യുന്ന ജോലിയുടെ കൂലി ചോദിച്ച് വാങ്ങിക്കേണ്ടെന്നല്ല, അതിന്റെ ഫലം തരേണ്ടത് ഈശ്വരനാണ്. എത്രയോ കാലം നമ്മൾ സർവീസിലിരുന്ന് റിട്ടയറായി വീട്ടിൽ വരുമ്പോൾ തിരിഞ്ഞു നോക്കാറുണ്ടോ എനിക്ക് നല്ല കാര്യങ്ങൾ എത്ര ചെയ്യാൻ പറ്റിയെന്ന്? ചിന്തിക്കണം നമ്മൾ. ഏതൊരു പ്രവർത്തിക്കും അതിന്റെ ബലമുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ നിയമമാണത്. സനാതന ധർമ്മത്തിൽ ഏറ്റവും വലിയ നിയമം കൊടുക്കുന്നത് ഏതൊരു പ്രവർത്തിക്കും അതിന്റെ കർമ്മഫലം തിരിച്ചു വരും നമുക്ക്. നല്ലതോ ചീത്തയോ എന്തോ ആവട്ടെ, ഒരിക്കലും ഞാൻ അനുഭവിക്കുന്ന സുഖമോ ദുഃഖമോ വേറൊരാളുടെ തലയ്ക്കോ പഴയിലോ തോളിലോ ചാരേണ്ട ആവശ്യമില്ല. ഈശ്വരൻ പൊട്ടനല്ല. നമുക്ക് വരുന്ന കർമ്മഫലം നമ്മുടെ കർമ്മത്തിന്റെ ഫലമേ വരുള്ളൂ, വേറൊരാളുടെ കർമ്മഫലം വരില്ല. ചിലപ്പോൾ ആരെങ്കിലും ഹേതുവായിട്ട് കാണും നമ്മൾ, അവൻ പറഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ അവൾ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ ഫലം. ഒരിക്കലും വരില്ല അങ്ങനെ. ഈശ്വരന് ഒരിക്കലും തെറ്റുപറ്റില്ല. നമ്മുടെ കർമ്മത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ കർമ്മത്തെ നന്നാക്കാൻ ശ്രമിക്കുക. നമ്മുടെ കർമ്മങ്ങൾ നന്നാവുമ്പോൾ, നമുക്ക് ശാന്തിയും സമാധാനം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം സുന്ദരമാകും. ലോകത്തിലെ ഏറ്റവും വലിയ കള്ളൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരു മറുപടിയേ ഉള്ളൂ അതിന്, നമ്മുടെ തന്നെ മനസ്സ്. ലോകത്തെ മുഴുവനും തെറ്റിക്കാനുള്ള കഴിവ് നമ്മുടെ മനസ്സിനുണ്ട്. പക്ഷെ ഒരു കാര്യം, ഒരു പരമാർത്ഥ സത്യം നമ്മൾ ഓർക്കണം. ആ മനസ്സ് നമ്മൾ ഒരാളെ പറ്റിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് പറയും, നീ പറ്റിക്കുകയാണ് അവനെ, നീ പറ്റിക്കുകയാണ് അവനെ. ഈ മനസ്സ് അവസാനം നമ്മളെ പറ്റിക്കും. അതാണ് ഈ മനസ്സിനെ കൂട്ടുപിടിച്ചാൽ. അമ്മ പറയും മണ്ണിരയെ കൂട്ടുപിടിക്കുന്ന പോലെ സ്വന്തം മനസ്സിനെ കൂട്ടുപിടിച്ചാൽ. മണ്ണിര എപ്പോഴും കുഴി കുഴിയിൽ താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കുള്ളൂ, ഒരിക്കലും മേലോട്ട് പോകില്ല. അതും മണ്ണ് കുഴി കുഴിച്ച് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിനെ നമ്മൾ കൂട്ടുപിടിച്ചാൽ ഈ മണ്ണിരയെ പോലെ നമ്മൾ താഴോട്ടേ പോകുള്ളൂ. അതുകൊണ്ട് വിവേകബുദ്ധിയെ നമ്മൾ കൂട്ടുപിടിക്കണം. ശങ്കരാചാര്യസ്വാമികൾ ഭാഷ്യങ്ങളിൽ പറയും, വിവേകബുദ്ധിയാണ് ഈശ്വരൻ. ആ വിവേകബുദ്ധിയെ മുൻനിർത്തി നമ്മൾ മുന്നോട്ട് പോകണമെന്ന് പറയും. അപ്പൊ എത്ര നമ്മൾ പഠിച്ചു, എത്ര കേട്ടു, എത്ര വായിച്ചു എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ എന്ത് പകർത്തി, അതാണ് നമുക്ക് ഉപകാരപ്പെടുള്ളൂ. ബാക്കിയൊക്കെ പ്രഭാഷണങ്ങൾക്കോ അല്ലെങ്കിൽ നാലാളോട് പറയാനൊക്കെ ഉപകാരിക്കും. നമ്മുടെ ജീവിതത്തിലോട്ട് പകർത്തുമ്പോൾ മാത്രമേ നമുക്കും നമ്മുടെ വീട്ടുകാർക്കും സർവോപരി സമൂഹത്തിനും അത് ഉപകാരപ്പെടുള്ളൂ. അതിനു വേണ്ടിയായിരിക്കണം ഇങ്ങനെയുള്ള സംഗമങ്ങൾ നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഈ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. തന്നെപ്പോലെ തന്നെ മറ്റൊരാളെ കാണണം. തന്നിലും അവനിലും ഒരേ ഈശ്വരനാണ് കുടികൊള്ളുന്നത് എന്നുള്ളൊരു ബോധം നമ്മളിൽ വരണം. അതിനെ ഉണർത്തിയെടുക്കണം. അപ്പൊ ഇങ്ങനെയുള്ള സംഗമങ്ങൾ അതിനായിട്ട് ഉപകാരിക്കപ്പെടട്ടെ. നല്ലവരായ ആദ്യം ഇവിടെ ഈ സംഗമം ഇങ്ങനെ സംഘടിപ്പിക്കാൻ വേണ്ടി രാത്രിയും പകലും കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ. ഇനിയും അവർക്ക് ഇങ്ങനെ സംഘടിപ്പിക്കാനുള്ള പ്രചോദനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് കേൾക്കാൻ പല പരിപാടികളും ഉണ്ടെന്ന് ഞായറാഴ്ചയായിട്ട്, അതെല്ലാം മാറ്റിവെച്ച് ഇവിടെ വന്നിരുന്ന് ഇവിടെ ഇരുന്ന് കേൾക്കാനും ഇത് മനസ്സിലാക്കാനും ശ്രമിച്ച നിങ്ങൾക്കും ആധ്യാത്മികമായി പുരോഗതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ എൻ്റെ ഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിക്കട്ടെ. ഓം ഈശ്വരൻ.